സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പണ്ട് ചന്ദ്രമതി ആൻറ്റിയുടെ മകളായ മീര മദ്യപിച്ച് ലക്ക് കേട്ട് വന്നപ്പോഴത്തേക്കും കൂട്ടിക്കൊണ്ടുപോയ നന്ദനെ തെറ്റിദ്ധരിച്ച് കുറേ ആളുകൾ പ്രശ്നമുണ്ടാക്കി മീരയെ വിവാഹം കഴിപ്പിക്കുന്നുണ്ടായിരുന്നു. അതൊരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിരുന്നെങ്കിലും ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഇപ്പോൾ ഇസബല്ലയും നന്ദനയും ഹോട്ടലിൽ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം അപ്പോഴേ അദ്ദേഹത്തിന് സംശയം തോന്നി. അതൊന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് മൊബൈൽ ക്യാമറയൊക്കെ ഓൺ ചെയ്ത് ഒന്നും അറിയാത്ത രൂപത്തിൽ നന്ദൻ്റെ റൂമിൽ വന്ന് തട്ടി നന്ദനെ പുറത്തിറക്കി സംസാരിക്കുന്നുണ്ട്. തനിക്കൊരു സഹായം എന്ന രൂപത്തിൽ ചോദിച്ചു വന്ന അദ്ദേഹം ക്യാമറ ഓൺ ചെയ്തിട്ടാണ് തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി ഇസബല്ലയാണെങ്കിൽ അയാളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നാടകവും കാണിക്കുന്നു. അതായത് നന്ദനും ഇസബല്ലയും അവിഹിത ബന്ധത്തിൽ ഹോട്ടൽ റൂം എടുത്ത് താമസിക്കുകയാണെന്നുള്ള രൂപത്തിൽ അയാളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അയാൾ ഈ വിവരം കൃത്യമായിട്ട് ചന്ദ്രമതി അറിയിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി ആണെങ്കിൽ മുമ്പ് തന്നെ തനൂജയുടെ കൂട്ടുകാരികൾ ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുന്നുണ്ട്. അപ്പോൾ തനൂജയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ സ്നാക്സൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്ന സമയത്ത് നന്ദനെയും ഇസബല്ലയും ഇതേപോലെ ഹോട്ടലിൽ വെച്ച് കാണുകയും അന്നേരം കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇയാൾ പറയുമ്പോൾ ആദ്യം വിശ്വസിക്കുന്നില്ല, എങ്കിലും തെളിവ് കാണിക്കുമ്പോൾ ചന്ദ്രമതിക്ക് വിശ്വാസം വരുന്നു. ആ ഒരു കാരണത്തെ ചൊല്ലി ദേവികയെ ചന്ദ്രമതിയാണെങ്കിൽ പുറത്ത് വെച്ച് മീറ്റ് ചെയ്യാൻ വിളിച്ചു വരുത്തുന്നുണ്ട്. ചന്ദ്രോത്ത് ചെന്നാൽ എന്തായാലും പ്രഭാവതി കാണും. പ്രഭാവതിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവരിട്ട് വിശ്വസിക്കാൻ പോകുന്നുമില്ല. നന്ദൻ ഈ കാണിച്ചു കൂട്ടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു കണക്കിനല്ലെങ്കിൽ മറ്റൊരു കണക്കിന് പ്രഭാവതിയും കാരണക്കാരിയാണെന്ന് അറിയാവുന്ന ചന്ദ്രമതിയാണെങ്കിൽ സിദ്ധാർത്ഥനെയോ മറ്റാരെയും അറിയിക്കാതെ ദേവികയോട് തന്നെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തുന്നുണ്ട്. അപ്പം ദേവിക പറയുന്നു, തനിക്ക് 2 ദിവസമായിട്ട് ഡിപ്രഷനാണ്. അപ്പം നന്ദനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. കിട്ടിയിരുന്നെങ്കിൽ അങ്ങോട്ടേക്ക് തിരക്കി ചെന്ന് ആ ഫയലിനെ പറ്റി ചോദ്യം ചെയ്യുമായിരുന്നു. ഒരിക്കലും നന്ദനോടൊപ്പം താമസിക്കണമെന്നോ അല്ലെങ്കിൽ നന്ദനെ സ്വന്തമാക്കണം, ഇസബല്ലയുടെ പിടിയിൽ നിന്നും വിട്ടുകൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്തൊന്നും അല്ല കൊണ്ടുപോകുന്നത്. പകരം ജനങ്ങൾ തന്നെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വമുണ്ടല്ലോ, KK നായരുടെ പ്ലാന്റിൻ്റെ കാര്യത്തിലെ താൻ ഒരു വലിയ തെറ്റ് ചെയ്തു. ആ ഒരു കുറ്റബോധം പേറിയാണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റ് തൻ്റെ ഭാഗത്തുനിന്ന് ഇനി ഉണ്ടാകാൻ പാടില്ല. ഒരു MLA എന്ന നിലയ്ക്ക് തൻ്റെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ദേവിക നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി ചന്ദ്രമതിയാണെങ്കിൽ നന്ദനും ഇസബല്ലയും ഇപ്പോൾ എവിടെയാണെന്നുള്ള കാര്യം വ്യക്തമായിട്ടും പറഞ്ഞു കൊടുക്കുന്നു. ലൈഫ് സ്റ്റേ ചെന്ന് കഴിഞ്ഞാൽ നന്ദനെ കാണാൻ പറ്റുമെന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം ദേവിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശാരിക കണ്ടുപിടിച്ചു കൊണ്ടുവന്ന കാര്യം കള്ളമായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദേവികയെ ഞെട്ടിച്ചുകൊണ്ടാണ് ആ ഞെട്ടിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ചന്ദ്രമതിയാണെങ്കിൽ ദേവികയ്ക്ക് കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അതിൻ്റെ പേരിൽ നന്ദനെ പൂട്ടാനായിട്ട്, അതായത് കൈയോടെ നന്ദനെ കണ്ടുപിടിക്കാനായിട്ട് പോകുന്ന ദേവികയാണെങ്കിൽ സിദ്ധാർത്ഥൻ സാറ് വിളിക്കുന്നു. അതായത് ഇന്ന് CMനെ അത്യാവശ്യമായിട്ട് മീറ്റ് ചെയ്യണം, ആ ഫയലിനെ പറ്റി എന്തോ കാര്യം സംസാരിക്കാനാണ് വിളിക്കുന്നതെന്നുള്ള കാര്യം സിദ്ധാർത്ഥനും അതുപോലെ ദേവികയ്ക്ക് മനസ്സിലാകുന്നു. ഇന്നത്തെ ദിവസം ഫയൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാജിവെക്കണം എന്നുള്ള തീരുമാനത്തിൽ ഇരിക്കുന്ന ദേവികയ്ക്ക് എന്തായാലും ഫയലില്ലാതെ CMനെ കാണാൻ പോകാൻ തോന്നുന്നില്ല. അപ്പോൾ ആ ഒരു വിവരം ദേവികയാണെങ്കിൽ സിദ്ധാർത്ഥൻ സാറിനോട് പറയുകയും ചെയ്യുന്നു. ഫയലിനെ പറ്റി എന്തോ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് സാറ് വിളിക്കുന്നത്. ആ ഫയലില്ലാതെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തല കുനിച്ച് നിൽക്കാൻ എനിക്ക് വയ്യ. ആ ഫയൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എൻ്റെ ഈ യാത്ര. അച്ഛൻ വിഷമിക്കേണ്ട. ഇന്നൊരു ദിവസത്തേക്ക് എന്തെങ്കിലും ഒരു അവധി പറഞ്ഞ് നീട്ടണം. നാളെ എന്തായാലും ആ ഫയലുമായിട്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകും എന്നൊരു വാക്ക് കൊടുക്കാൻ പറയുമ്പം ദേവികയോട് സിദ്ധ് ചോദിക്കുന്നു, മോള് പറയുന്നത് സത്യമാണോ? നന്ദൻ എവിടെയാണെന്നുള്ള കാര്യം വല്ല സൂചനയും കിട്ടിയോ എന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട്, ഒരു സൂചന കിട്ടി. എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് പോകട്ടെ. അമ്മ കേൾക്കെ പറയണ്ട. കാരണം അമ്മ ഇനി നന്ദനെ വിളിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോകുന്നതിന് യാതൊരു അർത്ഥമില്ലാണ്ടായി മാറത്തില്ലേ. അമ്മയായെങ്കിലും വിശ്വസിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ എന്ന് പറയുമ്പം സിദ്ധു പറയുന്നു, മോള് പറയുന്നതിൻ്റെ ഗൗരവം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും മോളുടെ ഈ മാറ്റം ഉചിതമായ സമയത്ത് തന്നെയാണെന്ന് ഈ അച്ഛന് ഉറപ്പുണ്ട്. എന്തായാലും ആ മാധ്യമപ്രവർത്തകൻ്റെ ഉദ്ദേശവും ഇത് തന്നെയാണ്. ദേവിക എന്തായാലും നന്ദനെ തേടി ഹോട്ടലിലേക്ക് വരണം. ദേവികയും നന്ദനും തമ്മിലുണ്ടാകുന്ന പ്രശ്നം അതൊരു വീഡിയോ ദൃശ്യം വഴി ഷൂട്ട് ചെയ്ത് വൈറൽ വീഡിയോ ആക്കി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നേട്ടം കൊയ്യാം എന്നുള്ള രൂപത്തിനാണ് അയാൾ ഈ കളിയൊക്കെ കളിക്കുന്നത്. മാത്രമല്ല ചന്ദ്രോത്ത് വീട്ടിനെയും MLA ദേവികയെയും സിദ്ധാർത്ഥൻ സാറിനെയും എല്ലാം അപമാനിക്കാൻ കിട്ടുന്ന ഒരു നല്ലൊരു അവസരം എങ്ങനെയും ഉപയോഗപ്പെടുത്തണം എന്ന് വിചാരിച്ച് അയാൾ ചെയ്യുന്ന ഓരോ കെണിയിലും നന്ദു അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അബദ്ധത്തിൽ ചെന്ന് വീഴുന്നുണ്ട്. ഇസബല്ല വീഴ്ത്തുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. ഇസബല്ല അമിതമായിട്ട് സ്വാതന്ത്ര്യം എടുക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ പോലും എല്ലാം പ്രതികരിക്കാൻ പറ്റാതെ മൗനമായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ നന്ദു. കാരണം തന്നെ രക്ഷിക്കുന്നത് ഇസബല്ലയെ വെറുപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് കാണിക്കുന്ന ഈ തെറ്റ് നന്ദന് തന്നെ വല്ലാത്ത കുരുക്കിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. കുരുക്കിലേക്ക് പോയില്ലെങ്കിലേ ഉള്ള അതിശയം. കാരണം നന്ദൻ ചെയ്യുന്നത് അത്രമാത്രം തെറ്റാണ്.
ഹോട്ടലിലെത്തുന്ന ദേവിക എന്തായാലും നന്ദനെ വെറുതെ വിടാൻ പോകുന്നില്ല. നന്ദൻ്റെ ഈ ഒരു തെറ്റ് ഒരിക്കലും അവൾ ക്ഷമിക്കാനും പോകുന്നില്ല. ശാരിക തന്നെ മുമ്പേ ചേച്ചിയോട് ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വിശ്വാസവഞ്ചന കാണിക്കുന്ന ഭർത്താവിനോടൊപ്പം ജീവിക്കുന്നതിന് ഭേദം ഈ ബന്ധം ഉപേക്ഷിച്ച് ചേച്ചി തിരികെ വീട്ടിലേക്ക് വരുന്നതും ചേച്ചിയുടെ ആ ഒരു കർത്തവ്യം ഭംഗിയായിട്ട് ചെയ്യുന്നതുമാണ് എന്ന് പറയുമ്പോൾ ആ ഒരു തീരുമാനത്തിലേക്ക് ദേവിക എത്താനുള്ള സാധ്യതയെല്ലാം കാണുന്നു. അതായത് നന്ദനുമായിട്ടുള്ള ബന്ധം ഈ ഒരു കാഴ്ച കാണുന്നതിലൂടെ ദേവിക വേണ്ട എന്ന് വിചാരിക്കുമോ എന്ന് കാത്തിരിക്കാം. എന്തായാലും നന്ദന് ഇന്ന് നല്ലൊരു അടി കിട്ടാനുള്ള സാധ്യതയെല്ലാം കാണുന്നു. സ്വന്തം ജീവിതമോ ഭാവിയോ ഒന്നും നോക്കാതെ ചേച്ചിയുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് റിസ്ക് എടുക്കുന്ന ശാരികയുടെ ആ ഒരു നിർദ്ദേശങ്ങൾ ദേവിക മിക്കവാറും പാലിക്കും. അപ്പം നന്ദൻ്റെ നിരപരാധിത്വം മനസ്സിലാകുന്നതോടെ എന്തായാലും ദേവിക നന്ദനെ ഉപേക്ഷിക്കില്ലായിരിക്കും. എങ്കിലും തെറ്റിദ്ധാരണകൾ ആരുടെയൊക്കെ ജീവിതം ഇല്ലാതാക്കും. ശാരികയുടെ നിരപരാധിത്വം മനസ്സിലാക്കുന്ന ഗൗരിയും മുരളിയൊക്കെ നവീന് വേണ്ടിയിട്ട് വീണ്ടും ശാരികയെ ആലോചിക്കുമോ? ആ ഒരു വിവാഹം ശാരിക സമ്മതിക്കുമോ? കാത്തിരിക്കാം.